ഹായ്. ഇന്നിത് വാഴച്ചുണ്ടിൻ്റെ തോരനാണ് ഉണ്ടാക്കിയത് കേട്ടോ. രാവിലെ മോന് ഓഫീസ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഹായ്, വെൽക്കം ബാക്ക് ടു ഐഷാസ് ഫ്ലവേഴ്സ് ചാനൽ. ഞാൻ ഐഷ ഷാംസ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ആ ബെല്ലൈക്കൺ എല്ലാം അമർത്തി കൊടുത്താൽ ഞാനെടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ? പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു തിരക്കിലാണ്. മക്കൾ ഓഫീസിൽ പോകുമ്പോഴത്തേക്ക് ആവണം. അപ്പോൾ രാവിലത്തെ വർക്കൗട്ട് കഴിഞ്ഞു, വെള്ളം കുടിച്ചു, വർക്കൗട്ട് കഴിഞ്ഞു. നമ്മൾ പ്രത്യേകിച്ച് 55 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇത് ചോറ് ഓൾറെഡി വെച്ചിട്ടുണ്ട്. ചോറ് ഇച്ചിരി ചോറ് മതി ഞങ്ങൾക്ക് 3 പേർക്ക് കഴിക്കാൻ. പിന്നീട് വാഴച്ചുണ്ട തോരൻ വെക്കാൻ വേണ്ടിയൊക്കെ ചുണ്ടന അരിഞ്ഞ് വെച്ച് അതിൻ്റെയൊക്കെ കറ കളഞ്ഞ് കഴുകിയൊക്കെ വൃത്തിയാക്കി എടുത്ത് വെച്ചു. വൻപയർ ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് വേവിക്കാൻ. വൻപയർ ഇട്ടിട്ടാണ് വാഴച്ചുണ്ടൻ തോരൻ വയ്ക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ് അങ്ങനെ തോരൻ വയ്ക്കുമ്പോൾ കേട്ടോ. പിന്നെ നാളെ ഞാൻ എൻ്റെ ചാനലിനകത്ത് നിങ്ങൾക്ക് ആ വർക്കൗട്ട് ചെയ്ത ഒരിക്കലും ബ്രസ്റ്റ് ക്യാൻസറും യൂട്രസ് ക്യാൻസറും വരില്ല കേട്ടോ. ഞാൻ നാളെ ഒരു വർക്കൗട്ട് ചെയ്യും. നാളെ ഞാൻ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ വർക്കൗട്ടും മറ്റന്നാൾ ഞാൻ നിങ്ങൾക്ക് യൂട്രസ് ക്യാൻസർ വരാതിരിക്കാനുള്ള വർക്കൗട്ടും കൂടെ വെച്ചാൽ നിങ്ങളുടെ കംപ്ലീറ്റ് PCOD പോവും, PCOS മാറും കേട്ടോ. അതെന്തായാലും നിങ്ങൾ ഫോളോ ചെയ്ത ഒറ്റ മാസം കൊണ്ട് നിങ്ങളുടെ PCOD എന്തായാലും പോകും. നിങ്ങൾ എന്നോട് ഗുഡാണെന്ന് പറയും കേട്ടോ. ഞാനൊരു ട്രെയിനറും കൂടിയാണ്. ഇപ്പം ഞാൻ വർക്കൗട്ടിനൊന്നും പോകാറില്ല. അപ്പം എനിക്ക് എൻ്റെതായ കുറേ തിരക്കുകളുണ്ട്. ജിമ്മിലൊന്നും നിങ്ങൾ പോകണമെന്നില്ല. ജിമ്മിൽ പോകുന്ന സമയം നമുക്ക് വീട്ടിലിരുന്ന് വർക്കൗട്ട് ചെയ്യാം. ഒരു 1 kg 2 kg ഡമ്പലും മേടിച്ച് വെച്ചാൽ മതി. നിങ്ങളുടെ വയറ് പെട്ടെന്ന് കുറയുന്ന വർക്കൗട്ട് ഞാൻ കാണിച്ചു തരാം. വെറുതെ ജിമ്മിൽ പോയി പൈസയും കൊടുത്ത് ടൈമും കളഞ്ഞ് അവിടെ പോയിരുന്ന വർത്തമാനം പറയും. സ്ത്രീകളാകുമ്പോൾ അങ്ങനെയാണ്, വർത്തമാനമൊക്കെ പറഞ്ഞ് ഇരിക്കും. പ്രത്യേകിച്ച് ലേഡീസ് ട്രെയിനിങ് സെൻറ്ററിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതിലും നല്ലത് എന്താണ്, നമുക്ക് വീട്ടിൽ നിന്ന് പാട്ടൊക്കെ വെച്ച് നമുക്ക് ചെയ്യാം. നമ്മുടെ ആരോഗ്യം നമുക്കുണ്ടാവും. 55 വയസ്സ് കഴിഞ്ഞവർക്കുള്ള വർക്കൗട്ടും ചെറുപ്പക്കാർക്കുള്ള വർക്കൗട്ടും PCOD അതിന് പ്രഗ്നൻ്റ് ആവാത്തവർക്ക് പ്രഗ്നൻ്റ് ആവാനുള്ള വർക്കൗട്ടും ഞാൻ പറഞ്ഞു തരാം. ഡയറ്റും ആർക്കെങ്കിലും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ഇതിലേക്ക് വാട്സപ്പ് എൻ്റെ ഇതിലേക്കൊരു ഹായ് വിട്ടാൽ മതി. അപ്പം നിങ്ങൾക്ക് എന്താണ് ഇതുള്ളത് പറഞ്ഞത് ഞാനത് പറഞ്ഞു തരും നിങ്ങൾക്ക് കേട്ടോ. നിങ്ങൾ സ്പെഷ്യലായിട്ട് വിളിച്ചിട്ട് തന്നെ പറയൂ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ജിമ്മിലൊക്കെ പോകുമ്പോൾ സർട്ടിഫൈഡ് ട്രെയിനർ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും. സർട്ടിഫൈഡ് ട്രെയിനറുള്ള ജിമ്മിൽ നിങ്ങൾ പോകണം. ഇല്ലെങ്കിൽ അവർ നിങ്ങളെ കൊണ്ട് ഓവർ വർക്കൗട്ട് ചെയ്യിച്ച് നിങ്ങൾക്ക് രോഗങ്ങളും കാലുവേദന കൈവേദനയൊക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ തോരനും നോക്കാൻ നമുക്ക് അല്ലേ. വെച്ചാൽ ഞാൻ വൻപയർ വെള്ളത്തിലിട്ടിട്ട് കുക്കറിൽ വേവിച്ചു. അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ എനിക്ക് ഇരുമ്പ് ചീനച്ചട്ടിൽ ഞാൻ വെക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോരനും മെഴുക്ക് പുരട്ടിക്കും വെള്ളം ഒഴിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ അതൊന്ന് വേവാനായ സമയത്ത് ഞാൻ പച്ചമുളകും പിന്നെ സവോളയും കൂടി കുനുകുനാക്കി അരിഞ്ഞത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ മുളക് എന്ന് പറഞ്ഞാൽ ഭയങ്കര എരിവാണ് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലാണ്. മലപ്പുറത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇത് ട്രിവാൻഡ്രത്താണ് അധികം ഉണ്ടാവല് കേട്ടോ. ട്രിവാൻഡ്രം സൈഡിൽ ഈ കളയിക്കാവിള എന്ന സ്ഥലത്തൊക്കെ നന്നായിട്ടുണ്ടാവും ഈ മുളക്. പക്ഷെ ഇതിന് 1/2 കിലോന് കൊടുക്കണം 80 രൂപ. പക്ഷെ 1/2 കിലോ വാങ്ങിച്ചാലും നമുക്കത് ഒരു മാസം നിൽക്കും. ആകെ ഒരു മുളക് നമുക്ക് ഇട്ടാൽ മതി ഒരു കറിയിൽ. അത് തന്നെ നമുക്ക് എരിവുണ്ടാവും. അപ്പോൾ ഇത് ഞാൻ വിത്ത് പാകാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കണം. കൊണ്ടുവന്നിട്ട് മോളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ അത് ഞാൻ എടുത്തും കാണുന്ന 2 വിത്ത് പാകാം. ഫ്ലാറ്റിലാണെങ്കിലും എനിക്ക് കരിവേപ്പില അങ്ങനെയൊക്കെ ഓരോന്ന് ഞാൻ വെച്ച് പിടിപ്പിക്കാറുണ്ട്. അപ്പോൾ എനിക്കത് എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ നമുക്ക് നല്ല രസമാണ്. അപ്പോൾ ആ മുളകിന് എരിവുള്ളത് കൊണ്ടാണ് മക്കൾ പറയുന്നത് കട്ടസൊട്ട മുളക് എന്ന് പറയുന്നത് കേട്ടോ. അതിന് എപ്പോഴും പറയുന്നൊരു പേരാണ് കട്ടസൊട്ട മുളക് എന്ന്. എൻ്റെ മോനിട്ട പേരാണ് കട്ടസൊട്ട മുളക് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വൻപയർ അതിനകത്തേക്ക് ഇട്ടു ഞാൻ കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ മെല്ലെ തേങ്ങ അങ്ങോട്ടിടുക. എന്നിട്ട് നിരത്തി കൊടുത്തിട്ട് ഒരു 3 മിനിറ്റ് ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആ തേങ്ങയിനകത്തുള്ള ഇതൊക്കെ ഇങ്ങനെ ഇറങ്ങി അങ്ങോട്ട് ചെന്നിട്ട് എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ
ഡാ ഈ തോരൻ്റെ ടേസ്റ്റ് വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് വൻപയർ ഇടുമ്പോൾ വെള്ളപ്പയറും ഇടാം ചുമന്ന പയറും ഇടാം കേട്ടോ. സ്കൂളിലേക്ക് പിള്ളേർക്ക് കൊടുത്തയച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരത് കാലിയാക്കി തരും. ഞാനിത് ഉണ്ടാക്കുന്നത് 2 ദിവസത്തിനൊക്കെ ആയിട്ടോ. എന്നുവെച്ചാൽ ഞങ്ങൾക്ക് 3 പേർക്കല്ലോ, ഒരു നേരം മാത്രമാണ് തോരൻ കഴിക്കുള്ളൂ. പിന്നെ രാത്രി വല്ല ചപ്പാത്തിയോ ദോശയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഉണ്ടാവും കേട്ടോ. പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചെറുപയർ കറി വെച്ചിരിക്കുകയാണ്. അത് ഇന്നലെ വെച്ച കറിയാണ്, അപ്പോൾ അത് ചൂടാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാ പിന്നെ കാണാം. ഓക്കെ, ബൈ.